അപ്പോൾ നമ്മുടെ നോമ്പുതറ സീരീസിൻ്റെ സെക്കൻഡ് ആയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് അല്ലെങ്കിൽ നമ്മുടെ ഇഫ്താർ ആയിട്ടുള്ള ഇഫ്താർ റെസിപ്പി സ്നാക്കുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ വീണ്ടും. അപ്പോൾ നോക്കിയാൽ അകത്തൊരു ചീസി ഫില്ലിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഐറ്റങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. ഇതിനകത്ത് നമ്മൾ നല്ലൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ വെജായിട്ടാണ്, നിങ്ങൾക്ക് ഇത് നോൺ വെജിലോട്ട് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു ബാറ്റർ റെഡിയാക്കുന്നുണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബൗളിലോട്ട് 1 കപ്പ് മൈദ, ഒരല്പം ഉപ്പ്, ഒരല്പം ഓയിലും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് വെള്ളമെല്ലാം ചേർത്ത് നന്നായിട്ട് നമുക്ക് ഒരു ചപ്പാത്തി പരുവത്തിനായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇതിന് നല്ല റെസ്റ്റിംഗ് ടൈം കൊടുക്കണം കേട്ടോ. ഒരു അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം നമുക്ക് ഇത് എടുത്ത് സാധനം റെഡിയാക്കി എടുക്കാം. അതിനിടയ്ക്ക് നമ്മൾ ഈ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്ന ടൈമിന് തന്നെ നമുക്ക് ഇതിനകത്ത് വയ്ക്കാനുള്ളൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. ഞാൻ ഇവിടെ പൊട്ടറ്റോ കൊണ്ടുള്ള ഫില്ലിങ്ങാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. നമ്മുടെ വളരെ സിമ്പിളായിട്ടൊരു ഫില്ലിങ്ങാണ് റെഡിയാക്കി എടുക്കുന്നത്. ആദ്യം തന്നെ ഇതിലോട്ട് ഒരു സവാളയും ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അത് റോസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ നമുക്കിതിൽ പൊടി ഐറ്റം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് അധികം അങ്ങ് മൊരിഞ്ഞ് പോകണ്ട. ഇതിൽ 1 by 1 ആയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൊടി ഇവരെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന പൊട്ടറ്റോ കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ പൊട്ടറ്റോ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതൊന്ന് മിക്സായി നല്ല റെഡിയായി കിട്ടുമ്പോൾ ലാസ്റ്റ് നമുക്ക് മല്ലിയിലൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തണുത്ത് കിട്ടണം. ഈ സമയത്ത് നമ്മുടെ മാവും കൂടെ ഒന്ന് റെഡിയായി കിട്ടും കേട്ടോ. അതിനെ ചെറിയ പൂരിയുടെ ഷേപ്പിന് പരത്തിയെടുക്കാം കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള സൈസിന് ഷേപ്പിന് പരത്തിയെടുക്കാം. പക്ഷെ നമ്മൾ ഈ സ്നാക്കായിട്ടൊക്കെ ആക്കുന്നതുകൊണ്ട് ഒരു ചെറിയ പൂരിയുടെ സൈസിനായിട്ട് നമ്മളിങ്ങനെ റൗണ്ടിന് പരത്തിയെടുക്കുന്നുണ്ട്. പരത്തിയെടുത്ത ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ഒരു ഫില്ലിംഗ് ഇല്ലേ, ആ ഫില്ലിംഗ് നമ്മൾ ഇതിലോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്യുന്നില്ല, ഒരു നടുഭാഗത്തോട്ട് നമ്മളൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ സ്ലൈസ് ആയിട്ടുള്ള ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇത് വളരെ ചെറിയ ഐറ്റം ആയതുകൊണ്ട് നമുക്ക് ഒരു ചീസ് സ്ലൈസ് ഒന്നും വെച്ച് കൊടുക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞ് നമ്മൾ ഇതിനെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിനാക്കി എടുക്കാം കേട്ടോ. ഞാൻ എന്താ ഇവിടെ ഒരു ഫോർക്ക് വെച്ച് സൈഡൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കും, നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ ഇത് നന്നായിട്ട് അടഞ്ഞിട്ട് നമുക്ക് മാവൊന്നും വെച്ച് ഒട്ടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ് ഞാനൊരു സ്പൂണിൻ്റെ ബാക്ക് വെച്ച് ഇതിനെ ചെറിയൊരു ഫ്ലവർ ഷേപ്പ് പോലെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതെങ്ങനെ ആക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമുക്ക് മാവിലുള്ള എല്ലാ ഐറ്റങ്ങളും റെഡിയാക്കി എടുക്കാം. അതായത് നമ്മൾ ഈ സ്നാക്ക് ഇതാദ്യം തന്നെ നമ്മളിങ്ങനെ റെഡിയാക്കി വെച്ചതിന് ശേഷം എണ്ണയിൽ വറുത്ത് കോരിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ മൈക്രോവേവിൽ വേണമെങ്കിൽ ആക്കിയെടുക്കാം കേട്ടോ. ഇല്ലെങ്കിൽ എയർ ഫ്രയറിൽ വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഓയിൽ ഒഴിവാക്കുന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാനൊരു ഓപ്ഷനുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയേ, ഇത് നല്ലൊരു മോഡലിൽ ഞാനിങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പൂവിൻ്റെ പകുതി ഷേപ്പൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഓയിൽ നന്നായിട്ടൊന്ന് ചൂടാക്കി അതിലോട്ട് ഇത് ഓരോന്നോരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നമ്മൾ നല്ല ടൈം റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചുകൊണ്ട് നല്ല ബൊമ്മനയായി കിട്ടും കേട്ടോ. അപ്പോൾ നോക്കി നല്ല ചൂടായ എണ്ണയിലോട്ട് ഇത് ചേർത്ത് കൊടുത്തിട്ട് 1 by 1 ആയിട്ട് പെട്ടെന്ന് മറിച്ചും തിരിച്ചും ഇട്ട് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഓയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഓയിലൊന്ന് സിമ്മിൽ വെക്കണം. അകത്തുള്ള ഫില്ലിംഗ് എല്ലാം നമുക്കിത് വെന്ത് തന്നെ ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് റെഡിയായി കിട്ടും. നോക്കി അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് ഞാൻ ഇതിനൊരു ഗോൾഡൻ കളർ ആയപ്പോൾ തന്നെ എടുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ. നല്ലൊരു സ്നാക്കും നല്ലൊരു ഫില്ലിംഗ് എല്ലാം ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കഴിച്ച് ഇച്ചിരി ജ്യൂസോ എന്തെങ്കിലും കുടിക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഹെവി ഒരു ഐറ്റമായിട്ട് മാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് വെജ് റെസിപ്പി ആണെങ്കിലും നമുക്ക് ഇതിൻ്റെ സെയിം ചിക്കനിലോ ബീഫിലോ ഒക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയൊരു ഐറ്റം കേട്ടോ. അതുകൊണ്ട് നോക്കിയേ, അപ്പോൾ ഞാൻ ലെറ്റ്യൂസൊക്കെ വെച്ച് ഒരു അലങ്കാരത്തിന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ കെച്ചപ്പ് എല്ലാം ആയിട്ട് സെർവ് ചെയ്ത് കഴിക്കാൻ പറ്റിയൊരു ഐറ്റം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബായ്.